അപ്പോഴേ ഒരു അടിപൊളി വീക്കെൻഡിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രുചി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനോർത്ത് ഒരു തട്ടുകട സ്റ്റൈലിൽ നമുക്ക് കണവ് പൊരിച്ചത് അല്ലെങ്കിൽ കണവയൊക്കെ പൊരിച്ച്, അതായത് കൂന്തലൊക്കെ പൊരിച്ച് നല്ല അടിപൊളി റോസ്റ്റാക്കി എടുത്താലോ. അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടത് കൂന്തളാണ്. അതിവിടെ ഉണ്ട്. നല്ല പോലെ കഴുകി വൃത്തിയാക്കി പീസസ് ആക്കി എടുക്കാം. ഇനി അതിലേക്കുള്ള മസാല നോക്കാം. നിരത്തി വെച്ചിട്ടുള്ള ഉപ്പ്, മുളക് പൊടി, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും മതി. സിമ്പിൾ മസാല മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തോ, പക്ഷേ ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ മതി. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂർ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചാൽ കുറച്ചൊന്ന് പിടിച്ചോട്ടെ. ഇനി ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു പാനിൽ കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. പിന്നെ ഇത് ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടച്ച് വെച്ചിട്ട് വേവിക്കാം. പിന്നെ മറ്റൊരു പാനിൽ നമ്മൾ പൊരിച്ചെടുത്ത അതേ വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിൻ്റെ ശേഷം അതിലേക്ക് ഒരു വലിയ സവാള അല്ലെങ്കിൽ ഒരു 1.5 സവാള ചെറുതാണെങ്കിൽ എടുത്തോ. എന്നിട്ട് അതിങ്ങനെ ചിക്കി കൊടുക്കുക. അതിലേക്ക് ഇട്ടിട്ട് ആ അല്ലിയൊക്കെ ഒന്ന് വേർപെട്ട് വരണേ. നല്ല പോലെ ഇളക്കി കൊടുക്കുക. അല്ലിയൊക്കെ ഒന്ന് വേർപെട്ട് വന്നാൽ അത് പെട്ടെന്ന് നമുക്ക് പറ്റിയ പാകത്തിലേക്ക് വരും കേട്ടോ. അപ്പോൾ കരിയാൻ വേണ്ടി സമ്മതിക്കരുത്. പകരം നമുക്കൊരു ക്യാരമൽ സൈസിൽ കിട്ടണം. ഇങ്ങനെ ഒരു ടൈപ്പിൽ നമുക്ക് കിട്ടണം. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയും പച്ചമുളകുമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തക്കാളി അരിയുമ്പോൾ ഇത്രയും മത്തങ്ങ കഷ്ണങ്ങളാക്കി അരിയണമെന്നില്ല. അപ്പോൾ അടച്ചു വെച്ച് വേവിച്ചതുകൊണ്ടാണ് ഇത്രയധികം വെള്ളം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുക്കാൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടഞ്ഞ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇറങ്ങിയാലാണ് നല്ല ടേസ്റ്റ് വരിക. പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ നെടുകെ കീറിയിടാം, ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇടുന്ന പോലെ ചതച്ചിട്ടിട്ട് കൊടുക്കാം. എനിക്ക് അരിയാനുള്ള മടി കാരണം ഞാൻ വലിയ പൊത്താം കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനിവേ ഞാൻ തക്കാളിയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലി കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഗരം മസാലയാണ്. വളരെ കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയുടെ ഫുള്ള് പച്ചമണം പോയി കിട്ടണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കൂന്തളിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കൂന്തലിലേക്കും ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇറങ്ങിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. കൂന്തലിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരധിക ഫ്ലേവർ ആയിരിക്കും.